സിനിമാ സംവിധായകരെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ കേസിൽ കൂടുതൽ അറസ്റ്റിനൊരുങ്ങുകയാണ് എക്സൈസ്. ഫ്ളാറ്റ് ഉടമയായ സമീർ താഹിറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ചോദ്യം ചെയ്യലിൽ ഖാലിദ് റഹ്മാൻ എക്സൈസിനെ കബളിപ്പിക്കാൻ ശ്രമം നടത്തി. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതികളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നും എക്സൈസ് പരിശോധിക്കുന്നുണ്ട്. ഖാലിദ് റഹ്മാനും അഷറഫ് ഹംസക്കും കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും അന്വേഷണം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എക്സൈസ് നീക്കം. ആദ്യപടിയായി ഫ്ളാറ്റ് ഉടമയായ സമീർ താഹിറിനെ ചോദ്യം ചെയ്യും. NDPS ആക്ട് പ്രകാരം ലഹരി ഉപയോഗിക്കാൻ സ്ഥലം നൽകുന്നതും കുറ്റകരമാണ്. സമീർ താഹിറിന്റെ അറിവോടെയാണ് ലഹരി ഉപയോഗമെന്ന ചോദ്യം ചെയ്യലിൽ ബോധ്യപ്പെട്ടാൽ പ്രതി ചേർക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമീറിന് ഉടൻ നോട്ടീസ് അയക്കുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി ഡയറക്ടർ TM മജു 24നോട് പറഞ്ഞു. അവിടുന്ന് നമുക്കൊരു 1.65 ഗ്രാം ഹൈബ്രിഡ് ഗഞ്ചാവും പിന്നെ അത് ഉപയോഗിക്കാനുള്ള ബോങ്ങും ക്രഷ് ചെയ്യുന്ന മെഷീൻസ് എല്ലാം അവിടുന്ന് ലഭിക്കുകയുണ്ടായി. NDPS ആക്ട് പ്രകാരം ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യാനായിട്ട് ഒരു ഇടം കൊടുത്താൽ തന്നെ അതൊരു ഓഫൻസാണത്. ഇയാളുടെ റൂമിലാണ് ഇവർ സെറ്റിൽ ചെയ്തുകൊണ്ട് നമ്മൾ ആ റൂമിൻ്റെ ഉടമസ്ഥനെ നമ്മൾ ചോദ്യം ചെയ്യും. ആ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചെയ്യുന്നതാണ്. സംവിധായകൻ ഖാലിദ് റഹ്മാൻ എക്സൈസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചതായും ആക്ഷേപമുണ്ട്. ആദ്യഘട്ടത്തിൽ സ്വന്തം പേരുവിവരങ്ങൾ മറച്ചുവെച്ചതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പിടിയിലായ സംവിധായകർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കൈമാറിയ ആളെക്കുറിച്ച് ചില വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ഇവർ ഒളിവിലാണ്. ഇയാളുടെ ഫോൺ കേന്ദ്രീകരിച്ച അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. 2 മാസം മുൻപ് ഇതേ ഫ്ളാറ്റിൽ എക്സൈസ് പരിശോധന നടത്തിയിരുന്നെങ്കിലും ഒന്നും ലഭിച്ചിരുന്നില്ല. ആലപ്പുഴയിൽ പിടിയിലായ തസ്ലീമയുമായി പ്രതികൾ ലഹരി ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്ന് എക്സൈസ് സംഘം പരിശോധിച്ചു വരികയാണ്. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം പിടിയിലാകുന്ന സിനിമാക്കാരുടെ എണ്ണം ആഴ്ചതോറും കൂടി വരികയാണ്. സിനിമാ സെറ്റുകൾ കേന്ദ്രീകരിച്ച എക്സൈസ് പരിശോധനകൾ കൂടുതൽ കടുപ്പിച്ചാൽ ഈ എണ്ണം ഇനിയും വർദ്ധിക്കും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.